ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLCയിലെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് കേട്ടോ. അതിന് ഫസ്റ്റ് ടൈമിലെ ഇവാലുവേഷൻ ആണ് കേട്ടോ. മോഡലാണ്, ഇപ്പോൾ ടെക്സ്റ്റൊക്കെ മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം എക്സാമിന് കേട്ടോ. നോക്കൂ, ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ. 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ്. ആ ടൈമിൽ നന്നായി ക്വസ്റ്റ്യൻ നന്നായി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആൻസർ ചെയ്യേണ്ടത്. പിന്നെ ചില സെക്ഷനിൽ എന്താണ് ക്വസ്റ്റ്യൻസിൻ്റെ ചോയ്സ് ഉണ്ടാവും. ആ ചോയ്സിൻ്റെ എന്താണ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. വെൻ യു സെലക്ട് എ ക്വസ്റ്റ്യൻ ആൻഡ് ഓൾ ഇറ്റ്സ് സബ് ക്വസ്റ്റ്യൻസ് ഇഫ് എനി മസ്റ്റ് ബി ആൻസേർഡ് ഫ്രം ദ സെയിം ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണ് സെലക്ട് ചെയ്യുന്നത് അതിന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ആ ആക്ടിവിറ്റി മൊത്തം നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. ഏത് ആക്ടിവിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത്, ഏത് ക്വസ്റ്റ്യനാണ് തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ സബ് ക്വസ്റ്റ്യനും നിങ്ങൾ എന്താക്കുക ചെയ്യണം. Then നോക്കൂ, question 1 എന്താണ്? 1 to 5 read the excerpt from A Very Old Man with Enormous Wings and answer the questions that follow. എന്താ ഇവിടെ പറയുന്നത്? ഈ പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതെന്താണ്? One morning Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. Then she went to the window and found the angel in his first attempt at flight. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. But then he did manage to gain altitude. Elisenda let out a sigh of relief for herself and for him. When she watched him pass over the last houses, he was holding himself up in some way with the risky flapping of a senile vulture. She was no longer possible. She kept watching him even when she was through cutting the onions. She kept on watching until it was no longer possible for her to see him. He was no longer any annoyance in her life but an imaginary dot on the horizon of the sea. അത് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് വാസ് എലിസെൻഡ ഡൂയിങ് വെൻ ദ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ? എന്താണ് എലിസെൻഡ ചെയ്തിരുന്നത്? ഇത് അവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് എലിസെൻഡ എന്താ ചെയ്തിരുന്നത്? Elisenda was cutting some bunches of onions for lunch അല്ലേ. when a blew into the kitchen അല്ലേ. അപ്പോഴാണ് ആ കാറ്റ് ഇങ്ങോട്ട് വന്നത് അല്ലേ. അപ്പോൾ അതാണ് എഴുതേണ്ടത്. Then what did Elisenda see when she looked out of the window? എന്താണ് എലിസെൻഡ കണ്ടത്? ഈ വിൻഡോന്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? എന്താണ്? she found the angel in his first attempt at flight അല്ലേ. Okay, what is the angel compared in his flight? എന്താണ് ഏഞ്ചൽ എങ്ങനെയാണ് കമ്പയർ ചെയ്തത് ഫസ്റ്റ് ഫ്ലൈറ്റിനെ? സ്ട്രോങ് ഈഗിൾ ആയിട്ടാണോ, ഫാസ്റ്റ് എയർപ്ലെയിൻ ആയിട്ടാണ്, സെനൈൽ വൾച്ചർ ആയിട്ടാണ്, ഫ്ലൈയിങ് ഫിഷ് ആയിട്ടാണ്? ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താണ് സെനൈൽ വൾച്ചർ അല്ലേ. വൈ ഡിഡ് എലിസെൻഡ ഫീൽ റിലീവ്ഡ്? എന്തുകൊണ്ടാണ് എലിസെൻഡ റിലീവ്ഡ് ആയത്? എന്തുകൊണ്ടാണ് നമുക്കറിയാം അല്ലേ. ആ ചാപ്റ്ററിൽ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത് എഴുതുക കേട്ടോ. ഹൗ ഡിഡ് ദ ഏഞ്ചൽ അപ്പിയർ ടു എലിസെൻഡ അറ്റ് ദ എൻഡ്? എങ്ങനെയാണ് ഏഞ്ചൽ ഈ അവസാനത്തിൽ എന്താണ് അത് അപ്പിയർ ചെയ്തത്? അവിടുത്തെ ലാസ്റ്റ് പറയുന്നത് അല്ലേ, എന്താ ഡോട്ട് പോലെ അല്ലേ. എന്താണ്? എ ബിഗ് ഷാഡോ ഇൻ ദ സ്കൈ ആണോ, എ ഡോട്ട് ഓൺ ദ സീ ഹോറിസോൺ എന്ന് പറഞ്ഞാൽ ബേർഡിൻ്റെ കേജ് എന്നാണോ, എ സ്റ്റാർ ഇൻ ദ സ്കൈയോ? എ ഡോട്ട് ഓൺ ദ സീ ഹോറിസോൺ അല്ലേ. അതാണ് ആൻസർ ചെയ്യുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ 6 to 9 റീഡ് ദ ലൈൻസ് ഫ്രം ദ ഡ്രാമാറ്റിക് സ്പീച്ച് ഫ്രണ്ട്സ് റൊമാൻസ് കൺട്രിമാൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ് ആ ചാപ്റ്ററിലുള്ളതാണ് അല്ലേ. അതിൻ്റെ ലൈൻസ് ആണ് അല്ലേ. ഹി വാസ് മൈ ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ but Brutus says he was ambitious and Brutus is an honorable man. He had brought many captives home to Rome whose ransoms did the general coffers fill. Like the chapter ആണ് അല്ലേ. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണിത്. Did this in Caesar seem ambitious? And that the poor have cried, Caesar hath wept. Poor cry ചെയ്യുമ്പോൾ സീസർ എന്താണ് കറിയാണ് അല്ലേ. Ambition should be made of tenor stuff. Yet Brutus says he was ambitious. എന്താണ്? എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു ഈ സീസർ അംബിഷ്യസ് ആണ് അല്ലേ. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ആന്റണി സേ സീസർ ഡിഡ് വെൻ ദ പുവർ ക്രൈഡ്? അപ്പോൾ ആന്റണി പറയുന്ന എന്താണ് സീസർ എന്താ ചെയ്യല്? പുവർ കരയുമ്പം ആന്റണി എന്താണ് ഈ സീസർ എന്താ ചെയ്യല്? ഇതവിടെ പറയുന്നുണ്ട് അല്ലേ. സീസറും ഓൾസോ വെപ്റ്റ് അല്ലേ. സീസറും കരയിലാണ് ചെയ്യുന്നത് അല്ലേ. He has my friend faithful and just to me. Which poetic device is used in the given line? അവൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു, ഫെയ്ത്ത്ഫുൾ ആണ്, and just to me. സാധാരണ ഇതിലെല്ലാം ഉപയോഗിച്ചിരുന്നത് ഐറണി അല്ലേ. Then how does Antony
ക്വസ്റ്റ്യൻ ബ്രൂട്ടസ് ക്ലെയിം ദാറ്റ് സീസർ വാസ് അംബിഷ്യൻ. എങ്ങനെയാണ് ആന്റണി ക്വസ്റ്റ്യൻ ചെയ്ത് ബ്രൂട്ടസിന് എന്താണ് സീസർ അംബിഷ്യൻ എന്ന് പറയുന്നത് പറഞ്ഞിരുന്നല്ലോ. അതായത് എന്താണ് ബ്രൂട്ടസ് പറഞ്ഞത് സീസർ അതിമോഹിയായിരുന്നു അല്ലേ, അംബീഷ്യസ് ആണെന്ന് പറഞ്ഞല്ലേ. ആ വാദത്തെ എങ്ങനെയാണ് ആന്റണി ചോദ്യം ചെയ്യുന്നത്? ഏതാ നോക്കിയേ, ബൈ അഗ്രീ വിത്ത് ബ്രൂട്ടസ് ആൻഡ് അക്നോളജിങ് സീസേഴ്സ് അംബീഷൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ബ്രൂട്ടസിനോട് യോജിക്കുകയും സീസറിന്റെ അഭിലാഷം അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണോ? പിന്നെ രണ്ടാമത്തെ എന്താ, ബൈ സെയിങ് ദാറ്റ് സീസർ ഫിൽ ദ റോമൻ ട്രഷറി ആൻഡ് കെയർഡ് ഫോർ ദ പുവർ. സീസർ റോമൻ ഖജനാവ് നിറച്ചുവെന്നും സമ്പത്ത് സൃഷ്ടിച്ചുവെന്നും പറയുന്നു. പിന്നെ ബൈ റീറ്ററേറ്റിംഗ് ദാറ്റ് സീസർ ഓൾവേസ് വാണ്ടഡ് മോർ പവർ ആൻഡ് ലാൻഡ്. എന്താ, സീസർ എപ്പോഴും കൂടുതൽ അധികാരവും ഭൂമിയും ആഗ്രഹിച്ചിരുന്നതായെന്ന് ആവർത്തിച്ചുകൊണ്ടാണോ? ബൈ ക്ലെയിമിംഗ് ദാറ്റ് സീസർ പ്ലാൻ ടു റൂൾ അതർ കൺട്രീസ്. എന്താണ്, സീസർ മറ്റ് രാജ്യങ്ങൾ ഭരിക്കാൻ പദ്ധതി ഇട്ടുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ്. ഇതിൽ ഏതാണ് ശരി? സീസർ എന്താണ്, റോമൻ ഖജനാവ് അതാ ട്രഷറി എന്താണ് നിറച്ചിരുന്നു അല്ലേ, ബി ആണ് വരുന്നത് അല്ലേ. ബൈ സെയിങ് ദാറ്റ് സീസർ ഫീൽഡ് ദ റോമൻ ട്രഷറി ആൻഡ് കെയർഡ് ഫോർ ദ പുവർ അല്ലേ, അതാണ് അല്ലേ. Then next, pick out an example of a rhetorical question from the given line. എന്താണ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ? ഈ തന്നിരിക്കുന്ന ലൈനിൽ നിന്ന് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷേ നമുക്ക് ആൻസർ കിട്ടുകയോ കിട്ടണ്ടേ ഒന്നും അതൊരു ബോധർ ചെയ്യണ്ട അല്ലേ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് വേണമെന്നില്ല. നമ്മളൊരു ചോദ്യമാണ് ചോദിക്കുകയാണ് അല്ലേ. ഇപ്പോൾ പൂച്ചക്കാര് മണി കെട്ടും അല്ലേ, അതുപോലെ എന്താണ് ഹൂ കേസ്, ആര് ശ്രദ്ധിക്കുന്നു, അങ്ങനെയൊക്കെ പറയുമല്ലോ. അത് ആൻസർ ബോധർ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതേപോലെ ഒരു റിറ്റോറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഏതാ? അപ്പോൾ നമുക്ക് പറയാം, ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതാണ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ വരുന്നത്. എന്താണ് എന്നിട്ടും പറയുന്നു സീസർ എന്താണ് അംബീഷ്യസ് ആന്ന് പറയാന്ന് പറയുന്നു അല്ലേ. അംബീഷ്യസ് ആയിരുന്നോ, സീസർ എന്താണ് അംബീഷ്യസ് ആയിരുന്നോ എന്ന് ചോദിക്കാൻ അല്ലേ, അതിമോഹി ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ. അപ്പോൾ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് പഠിക്കണം കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താണ് പോയറ്റിക് ഡിവൈസ് ചോദിക്കുന്നുണ്ട്, ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ ഡ്രാമാറ്റിക് സ്പീച്ച് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ ആൻഡ് പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് പെർസ്യൂസീവ് ടെക്നിക്, ടോൺ ആൻഡ് ലിറ്റററി ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നുണ്ട്, പെർസ്യൂസീവ് ടെക്നിക്കും ടോണും ലിറ്റററി ഡിവൈസും ഒക്കെ ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ യു ഓൾ ഡിഡ് സീ ദ ഓൺ ദ ലൂപ്പർ കാൾ ഐ ത്രൈസ് പ്രസന്റഡ് ഹിം കിങ്ലി ക്രൗൺ. ഇതേപോലെ ചാപ്റ്ററിലുള്ള സംഭവമാണ് അല്ലേ. വിച്ച് ഹി ഡിഡ് ത്രൈസ് റിഫ്യൂസസ് വാസ് ദിസ് അംബീഷ്യസ് അല്ലേ. എന്താ 3 പ്രാവശ്യം കിരീടം എന്താണ് റിഫ്യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ അവൻ അംബീഷ്യസ് ആയിരുന്നോ? യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അവൻ അംബീഷ്യസ് ആണെന്നുള്ളത്, സീസർ അംബീഷ്യസ് ആണെന്ന് പറയുന്നു. ആൻഡ് ഷ്യൂർ ഹീസ് എ ഹോണറബിൾ മാൻ. ഉറപ്പായിട്ടും അവൻ ഹോണറബിൾ മാൻ ആണ്. ബ്രൂട്ടസിന് ഐറണി ആയിട്ട് ഇവിടെ നെഗറ്റീവ് അടിക്കുകയാണ് അല്ലേ. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, ബ്രൂട്ടസ് പറഞ്ഞത് എതിർക്കാനല്ല, ഡിസ്പ്രൂവ് ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത് അല്ലേ. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. ഇവിടെ എന്താണ് ഞാൻ സംസാരിക്കുന്നത്, എന്താണ് എനിക്ക് എന്താ അറിയുന്നത് അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ്. നിങ്ങളെല്ലാവരും എന്താണ് സീസറിനെ ഇഷ്ടപ്പെട്ടിരുന്നോ? നോട്ട് വിതൗട്ട് കോസ്. നിങ്ങൾ കാരണമില്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടൂലല്ലോ. വാട്ട് കോസ് വിതൗട്ട് യു ദെൻ ടു മോൺ ഫോർ ഹിം. അപ്പോൾ അവനോട് എന്താ കരയാൻ, നിങ്ങൾ വിലപിക്കാൻ നിങ്ങൾ എന്തേ മറന്നുപോയി, എന്താണ് കാരണം അല്ലേ. ജഡ്ജ്മെന്റ് ധോ ആർട്ട് ഫ്ലഡ് ടു ബ്രിട്ടീഷ് ബീസ്റ്റ്. നിങ്ങളൊക്കെ എന്താണ് ബ്രിട്ടീഷ് ബീസ്റ്റ് ഇതായിട്ടുണ്ടോ അല്ലേ. men have lost their reason. Bear with me. My heart is in the coffin. there with Caesar. എൻ്റെ ഹാർട്ട് എന്താണ് സീസറിൻ്റെ കഫീനിലാണ് ഇപ്പോഴും അല്ലേ. ഐ മസ്റ്റ് പോസ്റ്റ് സ്റ്റിൽ ഇറ്റ് കം ബാക്ക് ടു മീ. കുറച്ച് നേരം പിടിക്കും ആ കഫീന്ന്, സീസറിൻ്റെ കഫീന്ന് എന്താണ് സീസറിൻ്റെ ആ ശവപ്പെട്ടിന്ന് എൻ്റെ മൈൻഡ് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പിടിക്കുന്നതാണ് അല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, ഈ ഫോളോയിങ് ലൈൻസ് എന്താണ് ഒരു ഡ്രാമാറ്റിക് സ്പീച്ചാണ് അല്ലേ. പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഫോക്കസിങ് ഇൻ ഇറ്റ്സ് പെർസ്യൂസീവ് ടെക്നിക്ക് ടോൺ ആൻഡ് ലിറ്റററി ഡിവൈസ്. ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഈ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എന്ന് പറഞ്ഞാൽ ആ നാടക പ്രസംഗത്തിൽ ഇനി പറയുന്ന വരികൾ വായിച്ച് താഴെയുള്ള ഈ വരികളിൽ എന്താണ് അതിൻ്റെ അനുനയിപ്പിക്കുന്ന എന്താണ് പെർസ്യൂസീവ് ടെക്നിക്കും അതുപോലെ ട്യൂണും പിന്നെന്താണ് ലിറ്റററി ഡിവൈസ് ഒക്കെ എന്നിവയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്താണ് ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ ലൈനിൻ്റെ. ഓക്കെ, അത് നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓർ അല്ലെങ്കിൽ. Here are 2 excerpts from the play Julius Caesar. They are the words of Brutus and Mark Antony delivered on the occasion of Caesar's funeral.
അപ്പോൾ ഇവിടെ എന്താണ് രണ്ട് ഇതാണ് അല്ലേ, എന്താണ് ദർ ആർ വേർഡ്സ് ബ്രൂട്ടസിൻ്റെയും മാർക്ക് ആൻ്റണീൻ്റെയും. അത് എന്താണ് സീസറിൻ്റെ ഫ്യൂണറിൽ എന്താണ് ഡെലിവറി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ. ബ്രൂട്ടസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഐ കെയർഡ് ഫോർ സീസർ ഡീപ്ലി ബട്ട് ഐ ലവ്ഡ് റോം ഈവൻ മോർ. വുഡ് യു റേദർ ഹാവ് സീസർ അലൈവ് ആൻഡ് ഓൾ ഓഫ് us be slaves, or have Caesar dead so we can all be free? I cried for him because I loved him. I was happy for his success and admired his bravery. But because he was ambitious, I killed him. അതാണ് ഇത് ബ്രൂട്ടസ് അവിടെ എന്താണ് റോമൻസിനോട് പറഞ്ഞല്ലേ, എന്താണ് ഞാൻ എന്താണ് സീസറിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു, ഞാൻ എന്താണ് റോമിനെയും സ്നേഹിച്ചിരുന്നു. പക്ഷെ എന്താണ് സീസർ ജീവിച്ചിരുന്നാൽ എന്താണ് നമ്മളെല്ലാവരും അവൻ്റെ അടിമകളായി മാറും. എന്താണ് ഹാവ് സീസർ ഡെഡ്, സീസർ മരിച്ചപ്പോൾ എന്താണ് നമ്മളെല്ലാവരും ഫ്രീ ആയി. ഐ ക്രൈഡ് ഫോർ ഹിം, ഞാൻ അവനെ എന്താണ് ഞാൻ കരയുന്നു, കാരണം എന്താ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു, ലവ് ചെയ്തിരുന്നു. ഐ വാസ് ഹാപ്പി ഫോർ ഹിസ് സക്സസ്, അഡ്മയർഡ് ഹിസ് ബ്രേവറി, ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു അവൻ്റെ വിജയത്തിലും അതുപോലെ അവൻ്റെ ബ്രേവറിയിലൊക്കെ എന്താണ് ബ്രൂട്ടസ് ഹാപ്പി ആയിരുന്നു. ബട്ട് ബിക്കോസ് ഹി വാസ് അംബീഷ്യസ് ഐ കിൽ ഹിം, പക്ഷെ എന്താണ് സീസർ ജൂലിയസ് സീസർ എന്താണ് അംബീഷ്യസ് ആയതുകൊണ്ട് ഞാൻ കൊന്നു, അതാണ് ബ്രൂട്ടസ് പറയുന്നത് കേട്ടോ. ഇനി മാർക്ക് ആൻ്റണി പറഞ്ഞു നോക്കി എന്താണ് ഒറിജിനൽ അല്ലേ, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ ലൂപ്പർകോൾ ഐ ത്രൈസ് പ്രസന്റഡ് ഹിം എ കിങ്ലി ക്രൗൺ വിച്ച് ഹി ഡിഡ് ത്രൈസ് റിഫ്യൂസ് വാസ് ദിസ് അംബിഷ്യൻ. അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ലൂപ്പർകോളിൽ ഞാൻ എന്താണ് 3 പ്രാവശ്യം എന്താണ് കിങ്ലി ക്രൗൺ എന്താണ് അവൻ എന്താണ് സീസറിന് കൊടുത്തതാണ് അല്ലേ. ആ 3 പ്രാവശ്യം എന്താണ് അതായത് റിഫ്യൂസ് ചെയ്തു അല്ലേ. അത് അവൻ അംബീഷ്യസ് ആണ്, അത്യാഗ്രഹമായിട്ടാണ് അത് എന്താണ് റിഫ്യൂസ് ചെയ്തത്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്, എന്നിട്ടും ബ്രൂട്ടസ് പറയുന്ന അവൻ അംബീഷ്യസ് ആണല്ലേ. ആൻഡ് ഷുവർ ഹി ഈസ് ആൻ ഹോണറബിൾ മാൻ, ഉറപ്പാണ് അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് മാർക്ക് ആൻ്റണി അവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യന്, ബ്രൂട്ടസ് ആൻഡ് മാർക്ക് ആൻ്റണി ബോത്ത് സ്പീക്ക് അബൌട്ട് സീസേഴ്സ് അംബീഷ്യസ് ആൻഡ് ദെയർ ലവ് ഫോർ ഹിം. ബ്രൂട്ടസും മാർക്ക് ആൻ്റണിയും രണ്ടാളും എന്താണ് സംസാരിക്കുന്നത് സീസറിന്റെ അംബീഷ്യസിനെ കുറിച്ചിട്ട്, എന്താണ് സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ സീസറിനെ കുറിച്ചുള്ള സീസറിനോടുള്ള സ്നേഹത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. ബ്രൂട്ടസ് സേസ് സീസർ ഹാഡ് ടു ഡൈ ഫോർ ദ ഗുഡ് ഓഫ് റോം. ബ്രൂട്ടസ് പറയുന്നത് സീസർ മരിച്ചിരിക്കുന്നത് എന്താണ് റോമിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് ബ്രൂട്ടസ് പറയുന്നത്. വൈൽ ആന്റണി ആർഗ്യൂസ് ദാറ്റ് സീസർ ഡിഡ് നോട്ട് സീം അംബീഷ്യസ് അറ്റ് ഓൾ. പക്ഷെ എന്താ സമയത്ത് ആന്റണി എന്താണ് അവിടെ പറയുന്നത്, സീസർ എന്താണ് അംബീഷ്യസ് അല്ല എന്നുള്ളത് അല്ലേ. ഹൂസ് വേർഡ്സ് ഡു യു ഫൈൻഡ് മോർ കൺവിൻസിങ്, നിങ്ങൾ ഇതിൽ ആരെ വേർഡ്സ് ആണ് കൂടുതലായിട്ട് കൺവിൻസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ഈച്ച് സ്പീക്കർ ട്രൈയിങ് ടു മേക്ക് പീപ്പിൾ ബിലീവ്. Whose words do you find more convincing and what is each speaker trying to make people believe? ഏത് സ്പീക്കറാണ് ഈ എന്താണ് സ്പീക്കിങ്ങിൽ, അതായത് ആ പ്രസംഗത്തിലും ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന ഏത് സ്പീക്കറാണ്. ഡ്രാഫ്റ്റ് യുവർ റെസ്പോൺസ് ഇൻ എ പാരഗ്രാഫ്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പാരഗ്രാഫ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ തയ്യാറാക്കുക. Then next question 11 to 15. Read the passage given below and answer the question that follow. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പാസേജ് തന്നാൽ നിങ്ങൾ എന്താക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇതൊക്കെ വായിച്ചതാക്കിയാൽ എന്താക്കും, സമയം നന്നായിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾക്ക് പോസ് നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഈ താഴെയുള്ള ആൻസറൊക്കെ ചെയ്യുക കേട്ടോ. ഇവിടെയൊക്കെ ആ ക്വസ്റ്റ്യൻ ഇതിൽ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഒക്കെ ആദ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്, അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് എന്താക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇവിടെ ഓക്കെ. നെക്സ്റ്റ് എന്താണ് ഇതൊക്കെ ഇതിൻ്റെതാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻ 16 to 22 ഫുള്ള് ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇൻ ദ ആറ്റിക് ഈസ് എ ഹോറോയിങ് സർവൈവൽ ടെസ്റ്റിമണി ദാറ്റ് ഹൈലൈറ്റ്സ് ദ റെസിലിയൻസ് ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഡ്യൂറിങ് വൺ ഓഫ് ഹിസ്റ്ററീസ് ഡാർക്കസ്റ്റ് പീരീഡ്സ്. ത്രൂ സ്പിസിൽമാൻസ് personal journey, it reflects deeply on fear, solitude, compassion and hope amidst war and destruction. Based on your reading of the narrative, prepare a detailed review focusing on its characterization, theme and plot development. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ ഒക്കെ നന്നായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. എന്നിട്ട് എന്താണ് ഓരോ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിലുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റിവ്യൂ ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ റിവ്യൂ ചെയ്തുക. എന്താ ഇവിടെ പറഞ്ഞത്, ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഒന്നിലെ മനുഷ്യ ബീജത്തിന്റെ കലാപത്തെ എടുത്തു കാണിക്കുന്ന ഒരു വേദനാജനകമായ അതിജീവന സാക്ഷ്യമാണെന്ത് ഈ ഇതിലുള്ളത് അല്ലേ, ഈ ചാപ്റ്ററിൽ ആർട്ടിക്കിളുള്ളതിൽ അല്ലേ. യുദ്ധത്തിനും നാശത്തിനും ഇടയിലുള്ള ഭയം, പിന്നെന്താണ് അവിടെ പറയുന്നത് സോളിറ്റ്യൂഡ്, പിന്നെന്താ പറയുന്നത് അനുകമ്പ, പ്രത്യാശ എന്നിവയെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതാണ് എന്താണ് ഈ ഷിപ്പിൾമാന്റെ വ്യക്തിപരമായ യാത്രയിലൂടെ എന്താണ് ഇതിൽ
ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്താണ് സ്വഭാവ രൂപീകരണം, പ്രമേയം, പിന്നെ അതുപോലെ പ്ലോട്ട് വികസനം എന്നിവയിൽ എന്താകുക ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു റിവ്യൂ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ് പശ്ചാത്തലം സൈനികരെ എന്താ വേട്ടയാടുന്ന പിയാനിസ്റ്റ് അപ്രതീക്ഷിത ദയാമൈക്കോസ് കമന്റ് അഡൈനി ഭീഷണിയിലാണ് എന്താണ് സ്വാതന്ത്ര്യം അല്ലേ. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ട് അതായത് ഈ ഹിൻസ് റോയിൻസ് ഫിൽ ദ ബാക്ക്ഡ്രോപ്പ്, പ്ലേലിസ്റ്റ് ഇൻ ഹൈഡിങ്, സോൾജിയേഴ്സ് അൺഎക്സ്പെക്റ്റഡ് കൈൻഡ്നസ്, മ്യൂസിക് അറ്റ് ആസ് കണക്ഷൻ, ഐഡന്റിറ്റി അണ്ടർ ത്രെട്ട്, ഫ്രീഡം ആഫ്റ്റർ വാർ, ഇതൊക്കെ വെച്ചിട്ട് എന്താക്കുക നിങ്ങൾ റിവ്യൂ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിവ്യൂ നിങ്ങൾ എങ്ങനെയാണ് ഉള്ളത് ഞാൻ അതിൻ്റെ ഒരു ഇത് വിട്ടിട്ടുണ്ട്, എന്താ അതിൻ്റെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക എഴുതുക. ഇൻട്രഡക്ഷൻ വേണം, അതുപോലെ അനാലിസിസ് വേണം അല്ലേ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു പേജിൽ 2 പുറം എഴുതിയിരിക്കണം കേട്ടോ. ഒരു പേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറം എഴുതിയിരിക്കണം. ഓക്കെ, റിവ്യൂ എഴുതുമ്പോൾ. നെക്സ്റ്റ് അല്ലെങ്കിൽ ഏതാണ് 16 ബി അല്ലേ. എന്താണ് ശ്രീകാന്ത് Bola begins his speech breaking barriers. I will fly by stating that 51% of Indians are self-employed. Prepare a write-up substantiating how his own life journey reflect the spirit of Indian entrepreneurship using evidence and example from the speech. അപ്പോൾ എന്താ ശ്രീകാന്ത് പോലെ എന്താണ് സ്പീച്ചിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹിന്ദികളെ കുറിച്ച് ബോൺ വിത്തൗട്ട് സൈറ്റിനും ഫാമിലി അൺകണ്ടീഷണൽ ലവ്, എക്സ്ക്ലൂഡഡ് ഫ്രം സ്കൂൾ ലൈഫ്, ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ, റൈസസ് ത്രൂ ചലഞ്ചസ്, ബിൽഡ് സപ്പോർട്ട് ഫോർ അതേഴ്സ് അല്ലേ. ഇതൊക്കെ ഹിന്ദിയിൽ ഉൾപ്പെടുത്തി നിങ്ങളൊരു റൈറ്റപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 17th ഒന്നുകിൽ റിവ്യൂ എഴുതുക അല്ലെങ്കിൽ റൈറ്റപ്പ് എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഇനി 17 ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്റ്റോറി ഓഫ് ഫിനിക്സ് റൈസസ് റിയൽസ് ദ ഇൻസ്പയറിംഗ് ജേർണി of a man who turns personal struggle into powerful mission to restore dignity and health to women. Narrate the story of Bablu in your own words, bringing out the key turning points in his journey from dropping out of the school to becoming സോഷ്യൽ ഇന്നോവേറ്റർ. അപ്പോൾ നരേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എന്താണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് ലെറ്റർ ആണ് അല്ലേ. എന്താണ് ഈ ഇത് വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. റൈറ്റ് എ ലെറ്റർ ടു മിസ്റ്റർ മുരുകാനന്ദം അപ്രീഷിയേറ്റിംഗ് ഹിസ് എഫേർട്ട് ആൻഡ് എക്സ്പ്രസിങ് ഹൗ ഹി വാസ് ഇൻസ്പയർഡ് അല്ലേ. അപ്പോൾ അയാളെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരു അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇൻ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ with enormous wings. Pelayo is portrayed as an ordinary man whose life changes unexpectedly when a strange winged old man enters his courtyard. Prepare a character sketch of Pelayo, highlighting his personality traits, his responses to Angel's arrival, how he handles the sudden fame of and fortune, and what his actions reveal about human nature. എന്താണ് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് അടുത്തത് എന്താണ് ദ ട്രാജിക് എയർ ക്രാഷ് ഇൻ അഹമ്മദാബാദ് ഷുക്ക് ദ നേഷൻ ആൻഡ് ബിക്കം ദ ടോപ്പ് ഹെഡ്ലൈൻസ് ഇൻ ദ നെക്സ്റ്റ് ഡേയ്സ് ഡെയിലി. യു ആർ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ അസൈൻ ടു കവർ ദ ഇൻസിഡൻറ്റ്, പ്രിപ്പയർ ഡീറ്റെയിൽ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദ പ്ലെയിൻ ക്രാഷ് അല്ലേ. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴുണ്ടായ ആ ട്രാജഡി ഉണ്ടല്ലോ അഹമ്മദാബാദിലുണ്ടായ എയറോപ്ലെയിൻ ക്രാഷ് അല്ലേ, അതിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഈ ഹിന്ദികളൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്താക്കുക തയ്യാറാക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രിപ്പയർ എ പ്രൊഫൈലാണ് കേട്ടോ. ലാങ്സ്റ്റൺ ഹ്യൂഗീസിൻ്റെ യൂസിങ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് എന്താണ് നിങ്ങൾ പ്രൊഫൈൽ തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് 18, 19 അല്ലേ. അതിന് ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. 19 മൊത്തമായിട്ട് എഴുതണം, ഒന്ന് തന്നെ ഉള്ളൂ. ഇതാണ് എന്ത് പ്രൊഫൈൽ അല്ലേ. നെക്സ്റ്റ് 20 എന്താണ് ഒന്നുകിൽ എഴുതുക അല്ലെങ്കിൽ ബി എഴുതുക അല്ലേ. ഇത് ഏതാണ് കോൺവെർസേഷൻ ആണ് അല്ലേ. എന്താണ് അപ്പോൾ കോൺവെർസേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ എലിസാണ്ടർ ഫീൽസ് എ മിക്സ് ഓഫ് റിലീഫ്. എന്താണ് ക്വസ്റ്റൻ അതിനനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. എലിസാണ്ടർ എന്താണ് റിലീഫായി അല്ലേ. അവന് എന്താണ് ആ ഓൾഡ് ഏഞ്ചൽ എന്താണ് അവിടുന്ന് പോയത് കൊണ്ട്. അപ്പോൾ എന്താണ് ആ ഇൻസിഡൻറ്റ് അവളുടെ ഹസ്ബൻഡിനോട് പെരായനോട് എന്താണ് വീട്ടിലെത്തിയപ്പോൾ തിരിച്ചു വന്നപ്പോൾ എന്താണ് ആ ഇൻസിഡൻറ്റ് അവൾ വിവരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ജിംഗിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോളൻ ഇൻഡസ്ട്രി മേക്ക് എക്കോ ഫ്രണ്ട്ലി ഡിസ്പോസൽ പ്രൊഡക്റ്റ് യൂസിങ് natural leaves and recycled paper. Their plates and bowls are biodegradable, compostable and easy to dispose of. Prepare to catchy sentence to be used as advertisement jingles to promote this green product. അപ്പോൾ എന്താ 2 catchy sentence എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ അഡ്വർടൈസ്മെൻറ്റ് ജിംഗിൾസ്.
ആയിട്ട്. ദെൻ നെക്സ്റ്റ് എന്താണ്, ദ ജർമ്മൻ ഓഫീസർ ഡയറി എൻട്രി ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക, പോസ് വെക്കിയിട്ട് നന്നായി വായിക്കുക, എന്നിട്ട് എന്താക്കുക ഡയറി എൻട്രി എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് 22 ആണ്. ഇതെന്താണ്, ഈവൻ ഇൻവിറ്റേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എസ്എൽസിയിൽ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്, എന്താണ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ നിങ്ങൾ എന്താക്കുക അതിൻ്റെ മോഡലൊക്കെ പഠിക്കണേ. ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കില്ല വരിക, എന്താണ് എന്താണോ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡയറി എൻട്രി എഴുതണം. പിന്നെന്താണ്, ഈവൻ ഇൻവിറ്റേഷൻ ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ക്വസ്റ്റ്യൻ 22 to 27. സ്റ്റഡി ദ ഫോളോയിങ് ടേബിൾ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ടേബിൾ നന്നായി നോക്കുക, എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താക്കുക ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ വിച്ച് ഈസ് എ ട്രെയിൻ ദാറ്റ് റൺസ് ഓൺലി വൺസ് ഇൻ എ വീക്ക്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പോകുന്ന, ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യമുള്ള ട്രെയിൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒറ്റ ട്രെയിൻ എന്താ, ഫ്രൈഡേ മാത്രം അല്ലേ. ഇത് ഏതാണ്, ഇത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് എന്താക്കുക, ഇത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക അല്ലേ. അപ്പോൾ ഏതാണ്, ഫ്രൈഡേ മാത്രം പോകുന്നില്ല, ആഴ്ചയിൽ ഫ്രൈഡേ അല്ലേ പോകുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓൾ ഡേയ്സ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫ്രൈഡേ മാത്രം പോകുന്ന ഏതാണ്, 16,317 ഹിമാസഗർ എക്സ്പ്രസ് അല്ലേ. അത് എഴുതുക. ടൈപ്പ് ഓഫ് ട്രെയിൻ ചോദിച്ചില്ല, ഏത് ട്രെയിനാണല്ലേ. അപ്പോൾ ട്രെയിനിൻ്റെ നമ്പറും നെയിമും എഴുതിയാൽ മതി കേട്ടോ. ദെൻ ഹൗ മെനി ട്രെയിൻസ് ഇൻ ദ ടേബിൾ സ്കിപ്പ് ഓപ്പറേഷൻ വൺസ് എ വീക്ക്. ഒരു ദിവസം സ്കിപ്പ് ചെയ്യുന്ന ഏതൊക്കെയാണ്, ഇത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ്, ഇതും സ്കിപ്പ് ചെയ്ത് തേഴ്സ്ഡേ ഒഴിവാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഷൊർണൂർ കണ്ണൂരും ശതാബ്ദി എക്സ്പ്രസ്സും അല്ലേ. അപ്പോൾ എത്ര ട്രെയിനാണ്, 2 ആണ് അല്ലേ. ഓക്കെ, ദെൻ വിച്ച് ട്രെയിൻ വുഡ് യു സജസ്റ്റ് എ ഫ്രണ്ട് ഹു ഹാസ് ടു ട്രാവൽ ടു കാശ്മീർ. ഏത് ട്രെയിനാണ് ഈ കാശ്മീരിലേക്ക് നിങ്ങളെ ഫ്രണ്ട്സ് പോവുകയാണെങ്കിൽ ഏത് ട്രെയിനാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത് കാശ്മീരിലേക്ക്. ഏതായിരിക്കും നിങ്ങൾ, ഏതായിരിക്കും, കന്യാകുമാരി, ജമ്മു തവി അല്ലേ. ഹിമാസാഗർ എക്സ്പ്രസ് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ദ റൂട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ഡബിൾ ഡക്കർ ട്രെയിൻ. അപ്പോൾ ഡബിൾ ഡക്കർ ട്രെയിനിൻ്റെ ഇത് ഏതാണ്, റൂട്ട് ഏതാണ് ഡബിൾ ഡക്കർ ട്രെയിൻ അല്ലേ, ചെന്നൈ ബാംഗ്ലൂർ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്, വേർ ഡസ് മെമു ട്രെയിൻ എൻഡ് ഇറ്റ് ജേണി. മെമു ട്രെയിൻ എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, ജേണി ഏതാ, മെമു ട്രെയിൻ ഏതാണ്, ഇത് അല്ലേ, അത് കണ്ണൂരിലാണ് അല്ലേ എൻഡ് ചെയ്യുന്നത്. പിന്നെന്താണ്, കണ്ണൂർ അല്ലേ. ദെൻ ഇനി 28 എന്താണ്, എഡിറ്റ് ദ പാസേജ്. ഇവിടെ കുറച്ച് തെറ്റുകളുണ്ട് അല്ലേ, ആ തെറ്റുകളൊക്കെ ശരിയാക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താക്കണം, ഇത് നന്നായി വായിക്കുക, എന്നിട്ട് എന്താക്കുകയാണ്, ഇവിടെ എന്താണ് പാസ്റ്റ് ആണോ എന്നുള്ളത് പ്രസൻ്റ് ആണോ നോക്കുക. ശരിയുള്ള ഭാഗത്താണ് നിങ്ങൾ എന്താക്കണം, പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ എന്നുള്ളത് അറിയേണ്ടത്. എന്നിട്ട് എന്താക്കുക, നിങ്ങളത് കറക്റ്റ് ആക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് അപ്രീഷിയേറ്റ് ഫോംസ് ഓഫ് ഫ്രേസൽ വേർബ്സ് ഇൻ ദ ഗിവൺ ബ്രാക്കറ്റ്. എന്താണ് ഈ താഴത്ത് തന്നിരിക്കുന്നത്, നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, പുട്ടപ്പ് വിത്ത്, സെറ്റപ്പ്, കം അക്രോസ്, മേക്കപ്പ് വൺസ് മൈൻഡ്, ടേക്കൺ എ ബാക്ക്, സെറ്റ് ഔട്ട് അല്ലേ. അപ്പോൾ ഇത് നിങ്ങളിത് വായിച്ചിട്ട് ഇതൊക്കെ അവിടെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഇത് അതേപോലെ തന്നെ ഓൺ ദ, വിത്ത്, ഇൻ, എ, ഓഫ്, ടു ഉള്ളത് എന്താക്കുക ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ പാസേജ് കറക്റ്റായി വായിച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതവിടെ കോൺവെർസേഷൻ ആണല്ലേ. ജർമ്മൻ ഓഫീസറും സ്വിറ്റ്സർലാൻഡിയും കോൺവെർസേഷനാണ്, ഇത് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. നമ്മളെന്തോ ചെയ്യുമ്പോൾ എന്താണ്, ആദ്യം ഈ ലൈൻ ഒന്ന് വായിച്ച് നോക്കുക. ഇതിവിടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ താഴത്തുള്ള ആൻസർ എന്താണെന്ന് നോക്കുക. ആ ആൻസറിനനുസരിച്ചിട്ടാണ് എന്താക്കുന്നത്, ആ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ യെസ് എന്നാണ് അല്ലേ. അപ്പം ഇവിടെ എന്താണ്, യെസ് എന്ന് വരുന്ന എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഐ ആം വെറീഡ് അബൌട്ട് സർവൈസിങ് ദ സ്ട്രീറ്റ് ഫൈറ്റിങ്. അപ്പോൾ എന്തിനാണ് വെറി ചെയ്യുന്നത് നോക്കിയും ചോദിക്കും, ആരെയാണ് വെറി ചെയ്യുന്നത് നോക്കിയും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായിരിക്കും ഇവിടെ വരേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് ആ സെൻറ്റൻസിൻ്റെ താഴെ ഉള്ളത് അതിനനുസരിച്ചാണ് മുകളിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ എന്താണ് അതിനനുസരിച്ചാണ് താഴെ ഒരു ആൻസർ ചെയ്യേണ്ടത്. അത് കൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കുക കേട്ടോ നിങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. എന്താണ് തന്നിരിക്കുന്ന ഈ ഡയലോഗ് എന്താ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ എന്താക്കുക ചെയ്യുക. ദെൻ നെക്സ്റ്റ് 33 എന്താണ്, ക്രിയേറ്റ് പേയേഴ്സ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. നിങ്ങൾ എന്താക്കുക, അത് വേർഡ്സ് എന്താക്കുക തന്നിരിക്കുന്ന ബോക്സിലുള്ളത് നിങ്ങൾ ആ വേർഡ്സ് കറക്റ്റാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കംപ്ലീറ്റ് ആയി സെൻറ്റൻസ് ചെയ്യാൻ. എഫേർട്ട്, എന്തൂസിയാസ്റ്റിക്, ഹാപ്പി, ട്രെമൻഡസ്, ചൈൽഡ്, പ്രൗഡ് എന്നൊക്കെ ഉണ്ട് അല്ലേ. അതെന്താക്കുക നിങ്ങൾ ഈ സെൻറ്റൻസിൽ കറക്റ്റാക്കി എഴുതുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ്റെ മോഡൽ കാണിച്ചു തരാനാണ് ഇത് ജസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്ത് വായിച്ച് പോയത് കേട്ടോ. ഇത് മൊത്തം വായിച്ച് ആൻസർ ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് മൊത്തം എന്താണ് ടൈം കുറേ പിടിക്കും. നിങ്ങൾക്കൊന്ന് ക്വസ്റ്റ്യൻ മോഡൽ മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല വരിക. ഓക്കെ, അപ്പം താങ്ക് യു.